വൈഷ്ണവ മന്ത്രങ്ങളിൽ അത്യധികം പ്രാധാന്യമുള്ള ഒരു മന്ത്രമാണ് 12 അക്ഷരങ്ങളുള്ള ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രം. നിത്യേന 11 പ്രാവശ്യമോ 108 പ്രാവശ്യമോ 10,008 പ്രാവശ്യമോ ഉരുവിടുന്നത് ശ്രേഷ്ഠമായി പറയുന്നു. മോക്ഷസിദ്ധിയാണ് ഫലം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന 12 അക്ഷരങ്ങളിൽ ഓം പരമപ്രദവും അനന്തവുമായ ഒരു ആത്മാവിനെ അല്ലെങ്കിൽ വ്യക്തിയെ സൂചിപ്പിക്കുന്നു. നമോ എന്നാൽ നമിക്കുക അല്ലെങ്കിൽ ആരാധിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഭഗവതേ എന്നാൽ സംസ്കൃതത്തിൽ ദൈവം എന്ന് അർത്ഥമാക്കുന്നു. എല്ലാ ഐശ്വര്യങ്ങളുടെയും ഭാഗ്യങ്ങളുടെയും നാഥനായവൻ ആരോ അവൻ ഭഗവാൻ എന്ന് മറ്റൊരു അർത്ഥവുമുണ്ട്. വാസുദേവായ എന്നാൽ വസുദേവരുടെ പുത്രൻ എന്ന അർത്ഥത്തിൽ വാസുദേവൻ എന്ന് പറയുന്നു. വാസു എന്നാൽ എല്ലാ ജീവജാലങ്ങളുടെയും ജീവനെന്നും ദേവൻ എന്നാൽ ദൈവമെന്നും അർത്ഥം. എല്ലാ ജീവജാലങ്ങളുടെയും ജീവനായ ദേവൻ എന്ന് വാസുദേവൻ അർത്ഥമാക്കുന്നു. കുറെ കൂടി വിശദമായി ഇതിനെ പഠിക്കുവാണെങ്കിൽ 12 അക്ഷരങ്ങളടങ്ങിയ ഈ ദ്വാദശാക്ഷരി മന്ത്രത്തിലെ ഓരോ അക്ഷരങ്ങളും ഭഗവാന്റെ ഓരോ നാമങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ഓം കേശവൻ എന്നും, നാരായണൻ എന്നും, മാധവൻ എന്നും, ഗോവിന്ദൻ എന്നും, വിഷ്ണു എന്നും, മധുസൂദനൻ എന്നും, ത്രിവിക്രമൻ എന്നും, വാമനൻ എന്നും, ശ്രീധരൻ എന്നും, ഹൃഷികേശൻ എന്നും, പത്മനാഭൻ എന്നും, ദാമോദരൻ എന്നും സൂചിപ്പിക്കുന്നു. ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ 108 തവണ ജപിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഈ ഭഗവൽ നാമങ്ങൾ. ഈ 12 ഭഗവൽ നാമങ്ങൾ 108 തവണ ജപിക്കുന്നതും. ഈ നാമങ്ങൾ പൊതുവെ വിഷ്ണു ദ്വാദശ നാമങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓം കേശവായ നമ, ഓം നാരായണായ നമ, ഓം മാധവായ നമ, ഓം ഗോവിന്ദായ നമ, ഓം വിഷ്ണവേ നമ, ഓം മധുസൂദനായ നമ, ഓം ത്രിവിക്രമായ നമ, ഓം വാമനായ നമ, ഓം ശ്രീധരായ നമ, ഓം ഹൃഷികേശായ നമ, ഓം പത്മനാഭായ നമ, ഓം ദാമോദരായ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രം ജപിച്ച ശേഷമാണ് വിഷ്ണു ദ്വാദശനാമങ്ങൾ ജപിക്കേണ്ടത്. നിത്യവും ഭക്തിയോടെ ജപിക്കുന്നതിലൂടെ ഗ്രഹപ്പിഴ ദോഷങ്ങൾ അകലുകയും ദുരിതശാന്തി ലഭിക്കുകയും ചെയ്യും. 108 ജപിക്കാൻ സാധിക്കാത്തവർ കുറഞ്ഞത് 11 തവണയെങ്കിലും ജപിക്കണം. വ്യാഴത്തിന്റെ ദോഷങ്ങൾ ഉള്ളവര് എല്ലാ ഏകാദശിയിലും വ്രതശുദ്ധിയോടെ മനഃശുദ്ധിയോടെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. 7 നാള് വ്രതശുദ്ധിയോടെ ജപിച്ചാൽ മോക്ഷം ലഭിക്കും എന്നാണ് വിശ്വാസം.